ഓക്കെ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ദി ചാനൽ. അപ്പോൾ ഈ വീക്കിലും കഴിഞ്ഞ വീക്കിലും ഒക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് ചുറ്റും വേൾഡിൽ കുറേ കാര്യങ്ങളൊക്കെ നടന്നു. ഇപ്പോൾ കറന്റ് നടക്കുന്ന ഈ ഒരു ഇഷ്യൂ കാരണം ബഹ്റൈനിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ചില ഫോർമുല 1 ചില സ്റ്റാഫ്സ് എത്താനായിട്ട് അവർക്ക് എന്തോ ലോജിസ്റ്റിക്സിൻ്റെ ചില പ്രശ്നങ്ങൾ, അതുപോലെ ടീംസിൻ്റെ എക്വിപ്മെൻറ്റ്സ് ഒക്കെ അവർക്ക് ലോജിസ്റ്റിക്സ് അതായത് ഓസ്ട്രേലിയയിൽ കൊണ്ടുവരാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞായിരുന്നു. അത് മാത്രമല്ല, റെഡ് ബുള്ളിൻ്റെ മോട്ടോ ജാം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, UP-യിൽ. അപ്പം ഇന്നലെ അർവിന്ദ് ലിംലാഡ് അവരുടെ RB8 ഉണ്ടല്ലോ, സെബാസ്റ്റ്യൻ വെറ്റൽ ചാമ്പ്യനായ കാർ, അതുകൊണ്ടൊരു ഷോ ഉണ്ടായിരുന്നു. ആ ലിംലാഡിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ന്യൂസ്, അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ടങ്ങ് തെളിമറിയുന്നത് നമുക്ക് വിട്ട് കഴിഞ്ഞാൽ തെളിമറിയുന്നത് നമുക്കറിയാം. എന്തായാലും പറയുവാണ്, എല്ലാവരും ഒന്ന് സ്റ്റേ സേഫ്. പക്ഷെ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇതൊന്നും പറയാനല്ല. കഴിഞ്ഞ സീസണിൽ 2025 സീസണിൽ ഒരു ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇവന്റ്സ് നടന്ന ഒരു റേസിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. സോ 2026 വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റിംഗ് റേസ് ഏതാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഡച്ച് GP ആണ്. സോ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഒരു എക്സൈറ്റിംഗ് മൊമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ലാപ്പ് റേസ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ടേണിൽ തന്നെ മാക്സ് വെർസ്റ്റാപ്പൻ ലാൻഡോയെ ഓവർടേക്ക് ചെയ്തു. ഓവർടേക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്ട്രീമായിട്ട് എന്ന് പറഞ്ഞാൽ കോർണറിൽ കൂടെ എക്സ്ട്രീമായിട്ടാണ് മാക്സ് ഓവർടേക്ക് ചെയ്തത്. പക്ഷെ ഓവർടേക്ക് ട്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മാക്സിന്റെ കാർ ഒന്ന് സ്കിഡായി. പക്ഷേ സ്കിഡായിട്ടും മാക്സ് വിട്ടുകൊടുത്തില്ല. ടേൺ 3 ലാൻഡോയെ ഓവർടേക്ക് ചെയ്തു. എനിക്കത് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ ഗ്രിഡിൽ ആ ഒരു സിറ്റുവേഷനിൽ മറ്റൊരു ഡ്രൈവറിനും അങ്ങനെ ഒരു സംഭവം പുള്ള് ചെയ്യാൻ പറ്റത്തില്ല. അത് മാക്സിന് മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ അടുത്ത മൊമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സെയിം കോർണറിൽ, അതായത് ടേൺ 3 ലാപ്പ് 23, അതായത് ടേൺ 3 ലൂയിസ് ഹാമിൽട്ടൺ ക്രാഷായി. അപ്പോൾ ക്രാഷ് ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ടേൺ എടുക്കുന്ന നേരത്ത് റിയർ വീലിലുള്ള ആ ഒരു ട്രാക്ഷൻ വിട്ടുപോയി. അപ്പം നമുക്കറിയാലോ, ട്രാക്ഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ വേറെ ഒരു സൈഡിലേക്ക് എന്ന് പറഞ്ഞാൽ ആ ബാക്ക് സൈഡ് വലത് വശത്തേക്ക് സ്കിഡായിപ്പോയി. പക്ഷേ നമുക്കറിയാലോ, നമ്മൾ സ്കിഡായി കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റിലേക്ക് സ്റ്റിയറിംഗ് ഇരിക്കുക. അങ്ങനെ ചെയ്തപ്പോഴത്തേന് ഫ്രണ്ട് ലോക്കായിട്ട് സൈഡ് ബാരിയറിൽ പോയി തട്ടി. പക്ഷേ ഓൾറെഡി ലൂയിസ് ഹാമിൽട്ടന് കഴിഞ്ഞ സീസണ് ശോഭമായിരുന്നു. പക്ഷെ അത് മാത്രമല്ല, ഒരു സമ്മർ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഡച്ച് GP വന്നത്. അപ്പം നമ്മളെല്ലാവരും വിചാരിച്ചത് ലൂയിസ് ഒരു ഫ്രഷ് സ്റ്റാർട്ടായിട്ട് എന്തെങ്കിലും പുതിയൊരു പരിപാടിയായിട്ടൊക്കെ വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതൊരു ഡിസപ്പോയിൻമെന്റ് ആയിപ്പോയി. അടുത്തൊരു എക്സൈറ്റിംഗ് മൊമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചാൾസ് ലെക്ലർക്ക് ജോർജ് റസലിനെ ഓവർടേക്ക് ചെയ്യുന്നത്. പക്ഷെ ഓവർടേക്കിംഗ് ഇൻസിഡന്റ് ആ ഒരു ടൈമിൽ അത് ലീഗലാണ് അല്ലയോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റുവാർട്സ് അത് ഒരു റേസിംഗ് ഇൻസിഡന്റ് ആയിട്ട് വിട്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇൻസിഡന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓവർടേക്ക് ചെയ്യാൻ എടുത്തത്, അതായത് ചാൾസ് ലെക്ലർക്ക് കോർണറിലെ ഇൻസൈഡ് ലൈൻ എടുത്തു. അതുമാത്രമല്ല, ഇൻസൈഡ് ലൈൻ എടുത്തപ്പോഴത്തേന് ജോർജിനെ അപ്പുറത്തെ സൈഡിലേക്ക് പുഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ജോർജിനെ അതിസാഹസികമായിട്ട്, അല്ലെങ്കിൽ അധികം ഭയങ്കര ക്രൂക്കഡായിട്ട് പുഷ് ചെയ്ത് മാറ്റിയിട്ട് ചാൾസ് ലെക്ലർക്ക് 5th പൊസിഷനിലേക്ക് വന്നു. ആ ഓവർടേക്ക് ഒക്കെ അടിപൊളിയായിരുന്നു. കണ്ടുകൊണ്ടിരുന്നപ്പം ലെക്ലർക്ക് ഇത്ര ബ്രില്യൻ്റ് ആണെന്ന് തോന്നിപ്പോവായിരുന്നു. അടുത്ത ഇൻസിഡന്റ് ഇത്ര ശോഭമാണ്. കാരണം ഒരേ റേസിൽ തന്നെ ഒരേ ടീമിന്റെ 2 കാരും DNF ആവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചാൾസ് ലെക്ലർക്ക് ക്രാഷ് ആയിട്ട് DNF ആയി. അതിന്റെ മിസ്റ്റേക്ക് കിമി ആന്റണിയുടേതാണ്. ഇതിന് ആന്റണിക്ക് പെനാൽറ്റിയും കിട്ടി. പിന്നെ അഞ്ചാമത്തെ എന്ന് പറയുന്നത് മെഴ്സിഡസ് എന്ന എഞ്ചിൻ മാനുഫാക്ചറേഴ്സിന്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ലാൻഡോ നോറിസ്, അതായത് മെക്ലാറിന്റെ കാർ DNF എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ മെഴ്സിഡസിന്റെ എഞ്ചിൻ അത്ര റിലയബിൾ അല്ലായിരുന്നു. മെഴ്സിഡസിന്റെ കസ്റ്റമർ ടീംസ് മെക്ലാറിന്, അതുപോലെ അസ്റ്റൺ മാർട്ടിൻ, പിന്നെ വില്യംസ്, ഇവർക്ക് എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അത്ര റിലയബിൾ അല്ലാതെ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റേസിൽ ലാൻഡോയുടെ കാറ് എന്തോ പ്രശ്നം പറ്റി, എന്തോ റിലയബിലിറ്റി പ്രശ്നം വന്നിട്ട് ലാൻഡോ DNF ആയി. ഇനി ആറാമത് പറയാനുള്ളത് നമ്മുടെ പയ്യൻ ഐസക് ഹഡ്ജർ, ദ യങ്ങസ്റ്റ് ഫ്രഞ്ച് ഡ്രൈവർ ടു ഫിനിഷ് ഓൺ എ പോഡിയമാണ് P2-ൽ. പക്ഷേ ഐസക് ഹഡ്ജറിന്റെ കാര്യം പറയുമ്പോൾ വേറൊരാളെ എനിക്ക് ഓർമ്മ വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2025 ഫസ്റ്റ് റേസ് ഓസ്ട്രേലിയൻ GP-യിൽ മഴ പെയ്ത് കിടക്കുവാണ്. അതായത് ഈ ഐസക് ഹഡ്ജർ ആദ്യമായിട്ട് ഫോർമുല 1 വന്നിട്ട് ഫസ്റ്റ് റേസാണത്. അപ്പം ഫോർമേഷൻ ലാബിൽ തന്നെ കാർ സ്പിന്നായിട്ട് സൈഡ് ബാരിയർ പോയി തട്ടി DNF ആയിപ്പോയി. അപ്പോൾ മറ്റേ ഹെൽമെറ്റ് മാർക്ക് കണ്ടിട്ട് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മറ്റേ റെഡ് ബുള്ളിൻ്റെ ഒരു CEO ഉണ്ട്, അയാൾ ഇതിനെപ്പറ്റി പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ ഒരു ഡ്രൈവർ ഇതേപോലെ തട്ടിയിട്ട് കിടന്ന് കരഞ്ഞെന്നൊക്കെ പറയും. എനിക്ക് അയാളുടെ മോനെ അപ്പോൾ ഓർമ്മ വരും. എന്നാലും പയ്യൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. റൂക്കി സീസണിൽ തന്നെ P2-ൽ പോഡിയം പിടിച്ചു. അപ്പോൾ നമ്മുടെ 2026 ഫോർമുല 1 സീസൺ മാർച്ച് 6 സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടാണെന്ന് നമുക്കറിയാം. ഈ കറണ്ട് സിറ്റുവേഷൻ കൊണ്ട് എന്തായിരിക്കും നമുക്കറിയത്തില്ല. എന്തായാലും ഫസ്റ്റ് 3 റേസസ് ഉണ്ടല്ലോ, ഓസ്ട്രേലിയൻ GP, ജാപ്പനീസ് GP, പിന്നെ ചൈനീസ് GP, ഇത് 3 എന്തായാലും നടക്കും.
മിഡിൽ ഈസ്റ്റ് നടക്കുന്ന GP ഗ്രാൻഡ് പ്രീയുടെ കാര്യം എങ്ങനെ ആയിരിക്കും നമുക്കറിയില്ല. ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് നോക്കാം. പിന്നെ ഗൾഫിലുള്ള നമ്മുടെ പയ്യന്മാരെല്ലാം സ്റ്റേ സേഫ്. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഫോർമുല 1 കുറിച്ച്, ഈ പറഞ്ഞ സബ്ജക്റ്റിനെ കുറിച്ച്, ഈ പറഞ്ഞ ഈ ഡച്ച് GP കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയൊരു അപ്ഡേറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഇങ്ങനെ റൂമർ പോലെ വരുന്നുണ്ട്. നമ്മുടെ ആസ്റ്റൺ മാർട്ടിൻ ഓസ്ട്രേലിയൻ GPയിൽ ഫോർമേഷൻ ലാപ്പിൽ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ റൂമർ. കാരണം അവരുടെ എഞ്ചിൻ്റെ പ്രശ്നമുണ്ട്. എഞ്ചിൻ ഇപ്പോഴും സെറ്റായിട്ടില്ല ഇവർക്ക്. അവരുടെ കാര്യം ഭയങ്കര ശോകമാണ് കേട്ടോ. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ഫോർമുല 1 ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്നൊരു ടീമാണത്, ലോറൻസ് സ്ട്രോൾ. പിന്നെ അതേപോലെ ഇപ്പം അരാംകോയാണ് അവർക്ക് ഫ്യൂല് കൊടുക്കുന്നത്. അതുമാത്രമല്ല അഡ്രിയാൻ ന്യൂവിയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഹോണ്ടയാണ് എഞ്ചിൻ കൊടുക്കുന്നത്. ഇത്ര നല്ലൊരു കിടിലം പാക്കേജാണ് അവർക്ക് കിട്ടിയേക്കുന്നത്. ഇപ്പോഴാണ് അവർക്ക് ഒരു ഇരുട്ടടി കിട്ടിയ പോലെയാണ് ഈ ഒരു ഹോണ്ടയുടെ എഞ്ചിൻ്റെ പ്രശ്നം വന്നത്. അപ്പോൾ ശരിയെന്നാ പോണേട്ടെ.